ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റാഡ് ടെക് മലയാളി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ബേരിയം മീൽ എന്ന് പറയുന്നത്. ബേരിയം സ്റ്റഡീസിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ബേരിയം മീൽ എന്ന് പറയുന്നത്. ബേരിയം മീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ GIT-നെ പറ്റിയും അതുപോലെ തന്നെ പ്രോക്സിമൽ സ്മോൾ ബവൽ വരെയുള്ള ഒരു ഡയഗ്നോസിന് വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയോളജിക്കൽ എക്സാമിനേഷനാണ് ഈ ഒരു ബേരിയം മീൽ എന്ന് പറയുന്നത്. ഈ ഒരു റേഡിയോളജിക്കൽ എക്സാമിനേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ഡിയോഡനം പാർട്ടിൻ്റെയൊക്കെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷൻ അബ്നോർമാലിറ്റീസിനെയൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേരിയം മീൽ പെർഫോം ചെയ്യുന്നത്. ഈ ഒരു പെർഫോമേഷൻ നമ്മൾ ചെയ്യുന്നത് 2 സ്റ്റഡി യൂസ് ചെയ്തിട്ടാണ്, സിംഗിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി ആൻഡ് ഡബിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി. അതിൽ സിംഗിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്ക്, ഡിയോഡനം ഒരു പാർട്ടിൻ്റെ ഡിസോർഡേഴ്സ്, അബ്നോർമാലിറ്റീസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിംഗിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി പെർഫോം ചെയ്യുന്നത്. ഡബിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി നമ്മൾ പെർഫോം ചെയ്യുന്നത് മ്യൂക്കോസൽ ഡീറ്റെയിൽസ് കാണാൻ, കുറച്ചും കൂടി ഡീപ്പായിട്ട് ആ ഒരു ഡയഗ്നോസിങ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി നടത്തുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസ്പെപ്സിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദഹനക്കേട് മൂലം നമുക്കുണ്ടാവുന്ന ഒരു ഡിസ്കംഫേർട്ട് അല്ലെങ്കിൽ ഒരു പെയിന്, അതിനെയാണ് നമ്മൾ ഡിസ്പെപ്സിയ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ഹാർട്ട് ബേൺ, അതായത് നെഞ്ചിരിച്ചിൽ, ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. കറക്റ്റായിട്ടൊരു പ്രോപ്പർ ഡയറ്റിങ്, ഒരു ഡൈജഷൻ നമുക്ക് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വരുന്നതാണ് ഈ ഒരു നെഞ്ചിരിച്ചിൽ വരുന്നത്. മൂന്നാമത്തത് എപ്പിഗാസ്ട്രിക് പെയിനും ഇതേപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കാതെ അത് വയറെരിച്ചിലായിട്ട് വരുന്നതാണ് ഈ ഒരു എപ്പിഗാസ്ട്രിക് പെയിന്. നാലാമത്തെയാണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. ഒരു പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിയിൽ ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് വരും, അതൊരു ഇൻഡിക്കേഷനാണ് ഇതിൻ്റെ. പിന്നെ അനീമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ നമ്മുടെ ടിഷ്യൂസിൻ്റെ ഉള്ളിലൊക്കെ ഈ ഓക്സിജൻ എത്താതെ വരുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഈ ഒരു അനീമിയ എന്ന് പറയുന്നത്. ആറാമത്തെയാണ് മാൽറൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു ബർത്ത് ഡിഫക്റ്റും കൂടിയാണ്. അതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കറക്റ്റായിട്ട് ഈ ഒരു ബവൽ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അത് റൊട്ടേറ്റ് ആയി നിൽക്കുന്നില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ടത് അതിൻ്റെ പ്ലേസിൽ തന്നെ നിൽക്കുന്നില്ല എന്നുള്ളൊരു കണ്ടീഷനാണ് മാൽറൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻഡിക്കേഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇൻഡിക്കേഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് പറഞ്ഞുതരാം. ആക്ച്വലി ഇതിൻ്റെ ആ ഒരു മീനിങ് അല്ലെങ്കിലും നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യമാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് ഇൻഡിക്കേഷനിൽ ഫസ്റ്റ് വരുന്നത് ഡിസ്പെപ്സിയ, ഹാർട്ട് ബേൺ, എപ്പിഗാസ്ട്രിക് പെയിന്, വെയിറ്റ് ലോസ്, അനീമിയ, മാൽറൊട്ടേഷൻ എന്നാണ്. അതിൽ നമ്മൾക്കറിയാം ബേരിയം മീലെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോൾ പെപ്സി നമ്മൾ കുടിച്ചു, അപ്പോൾ നമുക്ക് ഹാർട്ട് ബേൺ വന്നപ്പോൾ നമുക്ക് എപ്പിഗാസ്ട്രിക് പെയിനായി. അതിനുശേഷം നമുക്ക് ഈ ഒരു ഡിസീസ് കാരണം നമ്മൾ വെയിറ്റ് ലോസ് ആയി, അനീമിയ വന്നു, നമുക്ക് മാൽറൊട്ടേഷൻ സംഭവിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഒരു കഥ പോലെ ഇത് ഒരിക്കലും ഒരു മീനിങ് ഉള്ളൊരു കാര്യമല്ല, ഞാൻ ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നത് ഒരു ടിപ്പ് മാത്രമാണെന്നുള്ളൂ. ഇനി നമുക്ക് കോൺട്രാ ഇൻഡിക്കേഷൻസ് നോക്കാം. കോൺട്രാ ഇൻഡിക്കേഷൻ ലാർജ് ബവൽ ഒബ്സ്ട്രക്ഷൻ, ഒരു ഫിഗറിൽ ഞാൻ കാണിച്ചിട്ടുള്ള പോലെ നമ്മുടെ ലാർജ് ബവലിൽ ഒബ്സ്ട്രക്ഷൻസ് എന്തെങ്കിലും വരുന്നതാണ്. സസ്പെക്റ്റഡ് പ്രഗ്നൻസി, സസ്പെക്റ്റഡ് ഫിസ്റ്റുല വരുന്നത്, പിന്നെ റീസെൻ്റ് ആയിട്ട് എന്തെങ്കിലും ബയോപ്സി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, സസ്പെക്റ്റഡ് പെർഫറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹോൾ ക്രിയേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഒരു ഹോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വരുന്നതാണ് പെർഫറേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂറോസ്കോപ്പി യൂണിറ്റ് യൂസ് ചെയ്യും. തിൻ ഡെൻസിറ്റി ബേരിയം സൾഫേറ്റ് നമ്മൾ സിംഗിൾ കോൺട്രാസ്റ്റ് സ്റ്റഡിക്ക് യൂസ് ചെയ്യും. തിക് ഡെൻസിറ്റി ബേരിയം സൾഫേറ്റ് നമ്മൾ ഡബിൾ കോൺട്രാസ്റ്റ് സ്റ്റഡിക്ക് യൂസ് ചെയ്യും. അതുപോലെ തന്നെ എഫർവെസൻറ്റ് പൗഡർ നമ്മൾ ഡബിൾ കോൺട്രാസ്റ്റ് സ്റ്റഡിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. എഫർവെസൻറ്റ് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാസ് പ്രൊഡ്യൂസിങ് ഏജൻ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് വരുന്നത്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. നമ്മൾ എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ 2 ദിവസത്തെ ഡയറ്റ് എടുക്കണം. അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡ്സ് മാത്രമേ കുടിക്കാൻ വേണ്ടി പാടുള്ളൂ. ലാക്സേറ്റീവ് കൊടുക്കണം ബവൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ഫാസ്റ്റിംഗ് എടുക്കണം, 4 to 6 hours ഫാസ്റ്റിംഗ് എടുക്കണം. ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയണം മിഡ് നൈറ്റിന് ശേഷം പേഷ്യൻറ്റിനോട്. പിന്നെ വുമൺ പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പോസിബിലിറ്റി ഓഫ് പ്രഗ്നൻസി ഉണ്ടോ, പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം.
അതുപോലെ തന്നെ പേഷ്യൻ്റ് ഈ ഒരു പ്രൊസീജിയറിന് വരുന്നതിന് മുമ്പ് മെറ്റാലിക് ഒബ്ജക്ട്സ് എല്ലാ മെറ്റാലിക് ജ്വല്ലറിയൊക്കെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. പിന്നെ പേഷ്യൻറ്റിനോട് സ്ട്രിക്റ്റായിട്ട് പറയേണ്ട വേറൊരു കാര്യമാണ് സ്മോക്ക് ചെയ്യോ ചൂ ചെയ്യോ ഒന്നും ചെയ്യരുതെന്ന്. കാരണം ബേരിയം സൾഫേറ്റിൻ്റെ ആ ഒരു കോട്ടിങ് മ്യൂക്കോസയിൽ വരില്ല, അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൊസീജിയറിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി പ്രൊസീജിയറിലേക്ക് പോകുമ്പോഴേക്കും ആ എക്സാമിനേഷൻ്റെ ദിവസം പേഷ്യൻറ്റിനോട് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയറിനെ പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്ത് നമ്മളൊരു കൺസെൻറ്റ് ഒപ്പിടിപ്പിച്ച് വാങ്ങുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം പേഷ്യൻറ്റിന് ഹോസ്പിറ്റൽ ഗൗൺ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് സിംഗിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാം. സിംഗിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പേഷ്യൻറ്റ് നമ്മൾ അപ്രൈറ്റ് പൊസിഷനിൽ, അതായത് നിർത്തുകയാണ് ചെയ്യുന്നത്. നിർത്തിയതിന് ശേഷം നമ്മൾ 10 to 50 ml ഓഫ് ബേരിയം സൾഫേറ്റ് പേഷ്യൻറ്റിന് കൊടുക്കണം. അത് പേഷ്യൻറ്റിൻ്റെ ഒരു വായ ഫുള്ളായിട്ട് കൊടുക്കണം. അതിനുശേഷം ഈ ഒരു റേഡിയോളജിസ്റ്റ് ഫ്ലൂറോസ്കോപ്പി മെഷീൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ബേരിയത്തിൻ്റെ ഈ ഒരു പാസേജ് എല്ലാം നോക്കുന്നത്. പേഷ്യൻറ്റിനോട് നമ്മൾ മെല്ലെ മെല്ലെ സ്വാലോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. സെവറൽ ടൈംസ് ആയിട്ട് സ്വാലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ ഈ ഫ്ലൂറോസ്കോപ്പി എക്സാമിനേഷനിൽ നമ്മൾ ഈസോഫാഗസ് എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈസോഫാഗസിൻ്റെ എക്സാമിനേഷന് ശേഷം പേഷ്യൻറ്റിനെ നമ്മൾ സുപ്പൈൻ പൊസിഷനിലേക്ക് ഫ്ലൂറോസ്കോപ്പിക് ടേബിളിൽ കിടത്തുന്നു. കിടത്തിയതിന് ശേഷം നമ്മൾ 150 ml ഓഫ് തിൻ ഡെൻസിറ്റി ബേരിയം സൾഫേറ്റ് പേഷ്യൻറ്റിന് കൊടുക്കുന്നു. അതിനുശേഷം പേഷ്യൻറ്റിന് നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. 10 to 50 ടൈംസ് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൊമക്കിൻ്റെ മ്യൂക്കോസയിൽ ഒരു നല്ലൊരു ബേരിയം സൾഫേറ്റിൻ്റെ കോട്ടിങ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പേഷ്യൻറ്റിനോട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതിനുശേഷം പേഷ്യൻറ്റിന് നമ്മൾ പ്രോൺ പൊസിഷനിലേക്ക്, അതായത് കമന്ന് കിടക്കുന്ന പൊസിഷനിലേക്ക് ആക്കിയിട്ട് കിടത്തുന്നു. അതിനുശേഷം ഈ ബേരിയം നമ്മൾ ഡിയോഡിനം ത്രൂ ദ പൈലോറസ് ഓഫ് ദി സ്റ്റൊമക്കിലേക്ക് അങ്ങനെ എത്തുന്നത്, പൈലോറസ് ഓഫ് ദി സ്റ്റൊമക്കിൽ കൂടെ ഡിയോഡിനത്തിലേക്ക് എൻ്റർ ആവുന്നത് ആ ഒരു പ്രോൺ പൊസിഷനിൽ ആണ്. അത് നമ്മൾ ഫ്ലൂറോസ്കോപ്പി ഗൈഡൻസിൽ അതെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റേഡിയോളജിസ്റ്റ് ഒബ്സർവ്സ് ദി ഫ്ലോ ഓഫ് ബേരിയം സൾഫേറ്റ് ഇൻ ദ സ്റ്റൊമക്ക് അണ്ടർ ദ ഫ്ലൂറോസ്കോപ്പി ആൻഡ് വെനെവർ ദ ബേരിയം എൻറ്റേഴ്സ് ദ ഡിയോഡിനം സ്പോട്ട് ഫിലിം ഈസ് ടേക്കൺ. നമ്മൾ പറഞ്ഞു പൈലോറസ് ഓഫ് ദ സ്റ്റൊമക്കിലൂടെ ഡിയോഡിനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫസ്റ്റ് സ്പോട്ട് ഫിലിം എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പേഷ്യൻറ്റിനെ നമ്മൾ റൈറ്റ് ആൻറ്റീരിയർ ഒബ്ലിക് പൊസിഷനിലേക്ക് കിടത്തുന്നു. അതായത് പേഷ്യൻ്റ് പ്രോൺ തന്നെയാണ്, റൈറ്റ് സൈഡ് ഡൗൺ ആയിട്ട് കിടത്തുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റൈറ്റ് ആൻറ്റീരിയർ ഒബ്ലിക് പൊസിഷനിലേക്ക് മാറ്റാൻ പറ്റും. അതാണ് റൈറ്റ് ആൻറ്റീരിയർ ഒബ്ലിക് പൊസിഷൻ. ആ പൊസിഷനിലേക്ക് കിടത്തുന്ന സമയത്ത് ഈ ബേരിയം ഇപ്പോൾ ഡിയോഡിനത്തിലാണല്ലോ ഉള്ളത്. അപ്പോൾ പൈലോറസിലും ഫില്ലായി ഡിയോഡിനം ബൾബിലും ഫില്ലായി ഇരിക്കും. ആ ഒരു കണ്ടീഷനിൽ നമുക്ക് രണ്ടാമത്തെ സ്പോട്ട് ഫിലിം എടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ കോൺട്രാസ്റ്റ് സ്റ്റഡിയാണ്. ഡബിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഷ്യൻറ്റിനെ അപ്രൈറ്റ് പൊസിഷനിലേക്ക് നിർത്തിയിട്ട് നമ്മൾ കയ്യിൽ ഹൈപ്പോട്ടോണിക് ഏജൻ്റ് ആയിട്ടുള്ള ബസ്കോപ്പൻ അല്ലെങ്കിൽ ഗ്ലൂക്കഗൺ കൊടുക്കുന്നു. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിസ്റ്റാലിസിസ് മൂവ്മെൻറ്റ് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലൈക്കോജൻ അല്ലെങ്കിൽ ബസ്കോപ്പൻ നമ്മൾ കൊടുക്കുന്നത് പേഷ്യൻറ്റിന്. അതിനുശേഷം 100 ml ഓഫ് ഹൈ ഡെൻസിറ്റി ബേരിയം സൾഫേറ്റും എഫർവെസൻ പൗഡറും കൂടി നമ്മൾ പേഷ്യൻറ്റിന് സ്വാലോ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. പേഷ്യൻറ്റിനോട് ഇത് സ്വാലോ ചെയ്തതിന് ശേഷം ബേർപ്പ് ചെയ്യരുത് അല്ലെങ്കിൽ ഏമ്പക്കം വിടരുത് എന്നുള്ളത് നമ്മൾ പറയണം. ഈ ഒരു ബേരിയം പാസേജ് നമ്മൾ ഫ്ലൂറോസ്കോപ്പി മെഷീനിൽ റേഡിയോളജിസ്റ്റ് എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം പേഷ്യൻറ്റിന് നമ്മൾ നിർത്തിയിട്ട് തന്നെ 8 to 10 ടൈംസ് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റൊമക്ക് മ്യൂക്കോസയിൽ കോട്ടിങ് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ ബേരിയം സൾഫേറ്റിൻ്റെ ആ ഒരു ഫ്ലോ എല്ലാം റേഡിയോളജിസ്റ്റ് ഫ്ലൂറോസ്കോപ്പിയിൽ ഒബ്സർവ് ചെയ്യും. അങ്ങനെ ഈ ഒരു എയർ സ്റ്റൊമക്കിൽ ഫില്ലാവുന്നതൊക്കെ ഈ ഒരു ഫ്ലൂറോസ്കോപ്പിയിൽ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം പേഷ്യൻറ്റിൽ ലെഫ്റ്റ് പോസ്റ്റീരിയർ ഒബ്ലിക് പൊസിഷനിലേക്ക് നിർത്തുകയാണ് ചെയ്യുന്നത്, നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എയർ എന്ന് പറയുന്നത് പൈലോറസിലും ഡിയോഡിനൽ ബൾബിലും ഫില്ലാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫില്ലാവുന്ന കണ്ടീഷനിൽ ഒരു സ്പോട്ട് ഫിലിം എടുക്കും.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിംഗിൾ ആൻഡ് ഡബിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി ഓഫ് ബേരിയം മെയിൽ വരുന്നത്. വളരെ സിമ്പിളാണ്. ഫസ്റ്റ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സിംഗിൾ കോൺട്രാസ്റ്റ് സ്റ്റഡിയിൽ പേഷ്യൻറ്റിനെ കിടത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് നിർത്തി നമ്മൾ ബേരിയം കൊടുത്തു, പിന്നെ കിടത്തിയിട്ട് ബേരിയം കൊടുത്തു, എന്നിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡബിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി എന്ന് പറയുന്നത് എല്ലാം നമ്മൾ നിന്നിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ മറക്കാതെ ഓർത്തു വെച്ചാൽ മതി. ഇനി നമുക്ക് ഈ പ്രൊസീജിയറിൻ്റെ ആഫ്റ്റർ കെയർ നോക്കാം. പേഷ്യൻറ്റിനോട് നന്നായിട്ട് ഫ്ലൂയിഡ് എടുക്കാൻ വേണ്ടി പറയണം. ഫേസസ് എന്ന് പറയുന്നത് 2 ഡേയ്സിന് വൈറ്റിഷ് ആയിരിക്കും എന്ന് ഇൻഫോം ചെയ്യണം. പേഷ്യൻറ്റിൻ്റെ വൈറ്റൽസ് എല്ലാം ഓക്കെയാണ്. പേഷ്യൻറ്റിനോട് നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ റൂമിൽ നിന്ന് ലീവ് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ആഫ്റ്റർ കെയർ ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.